നമസ്കാരം, ഇതാണ് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ. FFS എന്ന് പറഞ്ഞ മോഡലാണ് ഇത്. നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കുന്നത് യൂണിഫോം ഫ്രീ ഫ്ലോ ഐറ്റംസ്, അതായത് കപ്പ് സിസ്റ്റമാണ്, കപ്പ് ഡിസ്ക് സിസ്റ്റമാണിത്. കപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഡിസ്കിനകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കപ്പ് സ്ലീവ്, അപ്പോൾ നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. അത് ഈ ഭാഗത്തായിരിക്കും ഈ കപ്പ് വരിക. അപ്പോൾ 50 ഗ്രാം 100 ഗ്രാം കടുക്, ജീരകം, പയർ, പരിപ്പ്, അങ്ങനെ യൂണിഫോമായിട്ട് ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഐറ്റംസാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ പാക്കിംഗ് റോളാണ്. ഈ പാക്കിംഗ് റോൾ നമ്മളിങ്ങനെ വന്ന് ഇത് ഐമാർക്ക് സെൻസർ എന്ന് പറയും. ഐമാർക്ക് സെൻസർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതിപ്പോൾ ഇതിനകത്ത് ഡിസൈനൊന്നുമില്ല. ഇത്തരത്തിലുള്ള പൗച്ചാണെങ്കിൽ ഈ കാണുന്ന ഓരോ പൗച്ചിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇങ്ങനൊരു മാർക്കിംഗ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ മാർക്കിംഗ് എത്തുമ്പം അത് ആ സെൻസർ ആ ഒരു ബ്ലാക്ക് പോർഷൻ സെൻസ് ചെയ്തിട്ട് നമ്മുടെ കട്ടിംഗ് പ്രോസസ്സ്, സീലിംഗ് പ്രോസസ്സ് എല്ലാം പക്കയാക്കും. അതാണ് ഐമാർക്ക് സെൻസറിൻ്റെ ഒരു ഉപയോഗം. ഇതതിൻ്റെ കൺട്രോൾ പാനലാണ്. കൺട്രോൾ പാനലിൽ നമുക്ക് പൗച്ചിൻ്റെ നമ്പർ ഓഫ് പൗച്ചസ്, ബാക്കി സെറ്റിങ്സും ഉണ്ട്. ഈ കാണുന്ന ടെമ്പറേച്ചർ കൺട്രോളേഴ്സാണ്. നമുക്ക് മെഷീനിലെ മേളിലും താഴെയുമായിട്ടാണ് സീലേഴ്സ് വരുന്നത്, ഹീറ്റേഴ്സ് വരുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം. അപ്പം ചാലു പോലെ അപ്പം നമുക്കൊന്ന് ഓണാക്കാം. റോളിങ്ങനെ വന്ന് സീല് ചെയ്ത്, അപ്പം മെറ്റീരിയൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇതിലേക്ക് വീഴും. അതിങ്ങനെ സൈഡ് സീലായി, സെൻറ്റർ സീലായി നമുക്കിങ്ങനെ മാല പോലെ ലഭിക്കും. ഇതാണ് അതിൻ്റെ പർപ്പസ്. കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ സെൻറ്റർ സീല് കാണുന്നത്. ഇത് മുകളിലും താഴെയുള്ള കട്ടിങ്. പിന്നെ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ബന്ധുക്കൾ നമുക്കിപ്പോൾ ഈ പൗച്ചിൻ്റെ ലെങ്ത് കൂട്ടണം. അപ്പം സാധാരണ ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് പൗച്ചിൻ്റെ ലെങ്ത് എങ്ങനെ കൂട്ടാമെന്ന്. അപ്പോൾ നമുക്ക് ഇത്തരം മെക്കാനിക്കൽ മെഷീനിൽ ഒരു പിച്ച് ഗിയർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഇതൊരു 100 mm 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ 50 ടീത്തിൻ്റെ ഗിയറാണ്, പിച്ച് ഗിയർ എന്ന് പറയും. അപ്പോൾ നമുക്കൊരു 200 mm ഹൈറ്റ് വേണമെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ റേഷ്യോ മാറ്റിയാൽ മതി. ഹാഫ് റേഷ്യോയിൽ പിച്ച് ഗിയർ ഇട്ടാൽ മതി. പിച്ച് ഗിയർ എങ്ങനെ മാറുമെന്നുള്ളത് കാണിച്ചു തരാം. പിച്ച് ഗിയർ നമുക്ക് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് കാണാം. ഇത് മെഷീൻ്റെ മോട്ടറാണ് ലെഫ്റ്റിൽ കാണുന്നത്. ഗിയർ ബോക്സിൻ്റെ മുകളിലായിട്ടാണ് ഈ ഗിയർ. ഈ കാണുന്ന ഗിയറാണ്. അത് നമ്മളിപ്പം അത് കറക്റ്റ് കാണിച്ച് എങ്ങനെയാണത് ചെയ്യുന്നത്. ആദ്യം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ലിവറിനെ നമ്മൾ ഉയർത്തുക. അതിനുശേഷം ഈ കാണുന്നതാണ്, ഈ പോർഷനിലാണ് നമുക്ക് പിച്ച് ഗിയർ കാണുന്നത്. 1 2 3 പിച്ച് ഗിയേഴ്സിനാണ് നമ്മളത് ലൂസ് ചെയ്തിട്ട്. ഇതാണ് പിച്ച് ഗിയർ. എത്ര ടീതാണ്? 50 അല്ലേ? 50 ആണെങ്കിൽ 100 mm ആണ് ഹൈറ്റ് കിട്ടുക. അപ്പോൾ നമുക്കങ്ങനെ തിരിച്ചൊരു ചാവി ഇട്ടിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് അത് നമ്മൾ പൊസിഷൻ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെയാണ് പിച്ച് ഗിയർ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ FFS എന്ന് പറയുന്ന മോഡലാണ്. ഓക്കെ, താങ്ക് യു.